വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഏവർക്കും ഈശോയുടെ നാമത്തിൽ ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. നമ്മളെല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ സ്നേഹത്തിൽ ഒന്നായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, നിന്റെ തിരുനാമത്തിൽ ഇതാ മക്കളായ ഞങ്ങൾ ഒരുമിച്ച് പോകും. ഈശോയെ, നീ അനുഗ്രഹിക്കണമേ. ഈശോയെ, നിന്റെ പീഡാസഹനങ്ങളെയും ഉത്ഥാനത്തെയും അതിൻ്റെ മഹത്വത്തെയൊക്കെ ധ്യാനിക്കുന്ന ഈ നാളുകളിൽ നിന്റെ ശക്തി ഞങ്ങളിലേക്ക് കടന്നു വരട്ടെ. കർത്താവേ, നിന്നോട് ഒന്നായി തീരുവാൻ, നിന്നോട് ഐക്യപ്പെടുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. നിന്റെ മരണത്തോടും നിന്റെ ഉത്ഥാനത്തോടും ഐക്യപ്പെടാനായി സ്നാനം സ്വീകരിച്ച് ഞങ്ങളെല്ലാവരും കർത്താവെ പുതിയ സൃഷ്ടികളാണെന്ന് ഞങ്ങൾ ഏറ്റുപറയട്ടെ. പഴയത് കടന്നുപോയി, പുതിയത് വന്നു കഴിഞ്ഞു. ഈശോ മിശിഹായിൽ ഞങ്ങളെല്ലാവരും സൃഷ്ടിക്കപ്പെട്ടവരാണ്. പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി സൃഷ്ടാവിൻ്റെ ചൈതന്യമുള്ള പുതിയ മനുഷ്യരായി രൂപാന്തരപ്പെടുവാൻ ഈ നാളുകളിൽ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ധ്യാനങ്ങളും പ്രാർത്ഥനകളും ഈ ദിവസങ്ങളിലെ ശുശ്രൂഷകളും ഒക്കെ അതിന് ഞങ്ങളെ പ്രാപ്തരാക്കട്ടെ. അങ്ങയുടെ പരിശുദ്ധ ആത്മാവിൻ്റെ ശക്തമായൊരു അഭിഷേകം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും തലമുറകളുടെ മേലും ഉണ്ടാകാൻ ആഗ്രഹിച്ചുകൊണ്ട് അത്യുന്നതനായ ദൈവത്തെ ഞങ്ങളൊന്ന് ഏർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ ഹാലലുയ. യേശുവേ, ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ. ദൈവമേ നന്ദി. ദൈവമേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. അനുഗ്രഹിക്കണമേ കർത്താവേ. വചന ശുശ്രൂഷ വേളയിൽ നിന്റെ ആത്മാവിൻ്റെ പ്രവർത്തനം ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വായ തുറക്കുമ്പോൾ വചനം ലഭിക്കട്ടെ. ആത്മാവിൻ്റെ ശക്തി കർത്താവേ, വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം ശിഷ്യന്മാരുടെ മനസ്സ് തുറന്ന കർത്താവേ, നീ വചനം കേൾക്കുന്ന എല്ലാ മക്കളുടെയും മനസ്സിനെ നീ തുറക്കണമേ. നിന്റെ സ്വരം കേൾക്കുവാനുള്ള അഭിഷേകം പകരണമേ. ഹല്ലേലൂയ. പരിശുദ്ധമേ മാതാവേ, നമ്മുടെ ഹൃദയത്തിലേക്ക് ഞങ്ങളെല്ലാവരെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ, അനുഗ്രഹിക്കണമേ. അമ്മേ, കുരിശിൻ ചുവട്ടിൽ ഈശോയുടെ കൂടെ നിന്ന് അമ്മേ, ഞങ്ങളുടെ സഹനങ്ങളിലും വേദനകളിലും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടാകുന്നു. ഇടത്ത് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ വിശുദ്ധ വാരത്തിലെ ഈ ശുശ്രൂഷയിൽ നമ്മുടെ ദൈവം നമുക്ക് നൽകുന്ന രക്ഷാകരമായ ദിനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ രക്ഷ ആയി അനുഭവിക്കാൻ കഴിയും എന്ന് ധ്യാനിക്കേണ്ട നാളുകളാണിത്. ഒരിക്കലും നമ്മളെ ബാധിക്കാത്ത ഒന്നായിട്ടോ അല്ലെങ്കിൽ ഒരു പതിവ് പോലെ കടന്നു പോകുന്ന ഒന്നായിട്ടോ ഇത് പോകരുത്. ഇങ്ങനെ ഒരു സംഭവം വായിച്ചു തോർക്കുകയാണ്. ഒരു കോൺവെന്റ് സ്കൂളിൽ അസംബ്ലി നടക്കുകയാണ്. അസംബ്ലി നടക്കുമ്പോൾ എല്ലാ ദിവസവും അത് പതിവായിട്ടൊരു കാര്യമുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു കുട്ടി ഒരു ഭാഗം വായിക്കും. അത് കഴിയുമ്പോൾ അതോടുകൂടിയാണ് അവരുടെ ദിവസം ആരംഭിക്കുന്നത്. ഒരു ദിവസം കുട്ടി വായിച്ചത് ലൂക്കാ സുവിശേഷത്തിലെ നല്ല സമരിയാക്കാരൻ്റെ ഉപമയാണ്. ഈ സമരിയാക്കാരൻ്റെ ഉപമ പതിവ് പോലെ ഉള്ള കുട്ടികൾ ശ്രദ്ധയോടെയും ചിലരൊക്കെ അശ്രദ്ധയോടെയൊക്കെ കേട്ടിരുന്നു. വായന നിർത്തി കഴിഞ്ഞപ്പോൾ ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ സിസ്റ്റർ ഇപ്രകാരം പറഞ്ഞു:
ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ട ആ സുവിശേഷത്തിലെ ജെറൂസലേമിൽ നിന്നും ജെറീക്കോയിലേക്കുള്ള വഴി നിങ്ങളുടെ ഓരോരുത്തരുടെയും ക്ലാസ് വരാന്തകളിലൂടെയും മുറികളിലൂടെയും, നിങ്ങൾ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കും സ്കൂളിൽ നിന്ന് മറ്റിടങ്ങളിലേക്കുമൊക്കെ പോകുന്ന നമ്മുടെ ഓരോരുത്തരുടെയും വഴികളാണ്, ജീവിതയാത്രാ വഴികളാണ്. അപ്പോൾ കുട്ടികൾ പതിവിന് വിരുദ്ധമായി അല്പം ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഇതുപോലെ അർത്ഥപ്രാണനായി നിങ്ങളുടെ സഹായം അർഹിക്കുന്നവരായി നിങ്ങളുടെ ഇടയിൽ തന്നെ നിങ്ങളുടെ കൂട്ടുകാര്, പഠനത്തിൽ പുറകോട്ടുള്ളവരുണ്ടാകാം, സാമ്പത്തികമായി ക്ലേശിക്കുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സൗകര്യങ്ങളുടെ കുറവ് മറ്റുള്ളവരുമായിട്ട് തുലനം ചെയ്യുമ്പോൾ സഹായത്താൽ കൈത്താങ്ങാൽ കയറി വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവാം. അവരുടെ മുമ്പിൽ നിങ്ങൾ അവരെ അവഗണിച്ചു പോകാതെ അവർക്ക് നല്ല സമരായരായി മാറുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ജീവൻ നേടുന്നത്, ദൈവത്തിൻ്റെ മക്കളായി മാറുന്നത് എന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിശുദ്ധ വാരത്തിലെ ഓരോ കർമ്മങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളിലും ഉണ്ടായിരിക്കേണ്ട ഒരു ബോധ്യം, യോശാന ഞായറും പെസഹായും ദുഃഖവെള്ളിയും ഈസ്റ്ററുമൊക്കെ നമ്മൾ ഓരോ ദിവസവും അനുഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നാളുകളിലും നാം ഈ ഒരു അനുഭവങ്ങളിലൂടെ കടന്നു പോകാറില്ലേ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് ഒന്നാമത്തെ ചിന്ത ഓശാന ഞായറിനെ കുറിച്ചാണ്. ഈശോ ജെറൂസലേമിലേക്ക് യഹൂദന്മാരുടെ മതാത്മകതയുടെയും ഭരണ സംവിധാനത്തിൻ്റെയൊക്കെ കേന്ദ്രമായ ജെറൂസലേമിലേക്ക് രാജകീയമായ പ്രവേശനം നടത്തുന്നതിൻ്റെ ഓർമ്മ ദിനമാണ് ഓശാന ഞായർ. യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിൽ സുപ്രധാനമായൊരു സ്ഥാനമുള്ള ഇടമാണ് ജെറൂസലേം. അവരെ ഒന്നിപ്പിച്ച് നിർത്തിയത് വാഗ്ദാന ദേശം, അതിൻ്റെ സെൻറ്റർ ജെറൂസലേം. അവിടെ ദാവീദ് രാജാവ് സ്ഥാപിച്ച രാജ്യത്തിൻ്റെ ആസ്ഥാനം. ഒരു ദേശമുണ്ട്, ഒരു രാജ്യമുണ്ട്, ഒരു രാജാവുണ്ട്, ഒരു ദേവാലയമുണ്ട്. ഇതവരുടെ ജീവിതത്തിൻ്റെ ഭൗതിക ആധ്യാത്മിക മണ്ഡലങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈശോ തൻ്റെ രക്ഷാകരമായ ദൗത്യം നിർവഹിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തതും ഇസ്രായേലിൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രമായ ജെറൂസലേമിലെ ആണ്. ദാവീദ് രാജാവ് തൻ്റെ മകൻ അബ്സലോമിൽ നിന്ന് ഒളിച്ചു കഴിഞ്ഞതിന് ശേഷം തിരിച്ച് രാജകീയമായി ജെറൂസലേമിലേക്ക് പ്രവേശിച്ചതുപോലെ ഇതാ ദാവീദിന്റെ പുത്രനായ മിശിഹ രാജാതിരാജനായി ജെറൂസലേമിലേക്ക് വരുന്നു. ദൈവത്തിന്റെ മനസ്സിനിണങ്ങിയ രാജാവായിരുന്ന ദാവീദിനോട്, അല്ലെങ്കിൽ രാജ്യം ഒന്നിച്ച് നിർത്തിയ, സകലരെയും ഏകീകരിച്ച് നിർത്തിയ രാജാവായിരുന്ന ദാവീദിനോട് ദൈവമായ കർത്താവ് സാമുവേലിന്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ വാഗ്ദാനം ചെയ്തിരുന്നു, നിന്റെ പുത്രനെ ഞാൻ ഉയർത്തും, അവൻ എനിക്ക് പുത്രനായിരിക്കും എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ പുത്രൻ ദൈവത്തിന്റെയും പുത്രനായിരിക്കുമെന്ന് ദാവീദിന് കൊടുത്ത വാഗ്ദാനം ഈശോ മിശിഹായിലൂടെ നിറവേറുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ജനം മുഴുവൻ ദാവീദിന്റെ പുത്രൻ ഹോശാന എന്നുച്ചത്തിൽ നിലവിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈശോ മിശിഹ അന്ന് ദാവീദിന് ദൈവം കൊടുത്ത വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമാണ്. ദൈവത്തിന്റെ രാജ്യം സ്ഥാപിക്കാൻ വന്ന പുതിയ രാജാവാണ്. യഹൂദന്മാരെയും വിജാതീയരെയും എല്ലാം ഒന്നിപ്പിക്കുന്ന ഘടകമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ രാജകീയ പ്രവേശനം. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിലെ 21-ാമത്തെ അധ്യായത്തില് 14-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ പ്രകാരം വായിക്കുന്നുണ്ട്, അന്ധന്മാരും മുടന്തന്മാരും എല്ലാം ദേവാലയത്തിൽ അവന്റെ അടുത്തെത്തി, അവൻ അവരെയെല്ലാം സുഖപ്പെടുത്തി. അപ്പോൾ അന്ധന്മാരും മുടന്തന്മാരും ഒരിക്കലും പ്രവേശിച്ചിട്ടില്ലാത്ത, അവർക്കൊരിക്കലും പ്രവേശിക്കാൻ അനുവാദമില്ലാതെ എല്ലാം തികഞ്ഞവർക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിരുന്ന ജെറൂസലേം ദേവാലയത്തിന്റെ വാതായനങ്ങൾ അന്ധന്മാർക്കും മുടന്തന്മാർക്കും വേണ്ടി തുറന്നിടുക മാത്രമല്ല, അവരെ അവിടെ വെച്ച് സുഖപ്പെടുത്തിക്കൊണ്ട്
പുതിയ രാജാവ് ദൈവത്തിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ ഈശോ മിശിഹ തൻ്റെ ദൗത്യത്തിന്റെ തുടക്കം കുറിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഈശോയെ കൂടുതൽ അടുത്തറിയാനായിട്ട് നമുക്ക് നൽകുന്ന ഒരു അനുഭവമാണ്. എന്ന് പറഞ്ഞാൽ ഈശോ എല്ലാം തികഞ്ഞവരുടേത് മാത്രമല്ല, ഈശോ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനായി ജീവിച്ചതുപോലെ അന്ധർക്ക് കാഴ്ചയും ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ വന്നവനാണ്. അവൻ പരിശുദ്ധ ആത്മാവിനാൽ നിറഞ്ഞവനാണ്. അവന്റെ ചൈതന്യം ലോകത്തിൽ സകലർക്കുമുള്ളതാണ്. ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത. ഈ ബോധ്യമാണ് ആ ജനത്തെ മുഴുവൻ തങ്ങളുടെ വസ്ത്രങ്ങളും മരച്ചില്ലകളും ഒക്കെ വഴിയിൽ വിരിച്ചിട്ട് കഴുതപ്പുറത്ത് രാജാതിരാജനായി എഴുന്നള്ളി വരുന്ന വിനയാന്വിതനായി വരുന്ന ദൈവത്തിന്റെ പുത്രനായ രാജാവിനെ അവർ സ്വീകരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഈ ഹോസാന നമ്മുടെ രക്ഷകനായ ഈശോ മിശിഹായെ ജീവിതത്തിലേക്ക് ഏറ്റുപറയുന്ന ദിവസമാകണം. അന്ന് ഇസ്രായേൽ ജനത്തിന് അവർ പ്രതീക്ഷിച്ചിരുന്ന രക്ഷകനെ ഈശോ മിശിഹായിലൂടെ കാണാൻ കഴിഞ്ഞെങ്കിൽ, ആ പ്രതീക്ഷയോടെ അവർ ദാവീദിന്റെ പുത്രൻ ഹോസാന പാടിയെങ്കിൽ, ഹോസാന എന്ന വാക്കിന്റെ അർത്ഥം കർത്താവെ രക്ഷിക്കണമേ എന്നാണ്. ഇന്ന് ഈ തിരുക്കർമ്മങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഈ വിശുദ്ധ വാരത്തിലൂടെ കടന്നു പോകുമ്പോൾ, നമ്മുടെ ജീവിതത്തിന്റെ കർത്താവും രക്ഷകനുമായി ഈശോ മിശിഹായെ ഏറ്റുപറഞ്ഞ ഹോസാന പറയണം. യേശു ക്രിസ്തു കർത്താവാണെന്ന് അധരം കൊണ്ടേറ്റ് പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അവിടെയാണ് രക്ഷ. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഏകനാമമായ യേശുവിന്റെ നാമത്തെ ഉച്ചസ്ഥരം പ്രഘോഷിക്കാൻ, അവന്റെ നാമത്തിൽ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നാൽ ധീരതയോടെ ഏറ്റുവാങ്ങാൻ, അവന്റെ നാമം എന്നും ഉയർത്തിപ്പിടിക്കാൻ, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയെയും പ്രതി അങ്ങയുടെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് യേശുവിന്റെ അത്ഭുത നാമത്തെ ഉയർത്തിപ്പിടിക്കാൻ ഈ നാളുകളിൽ നമുക്ക് കഴിയട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രണ്ടാമത്തെ ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ദിവസം പെസഹ വ്യാഴാഴ്ചയാണ്. നമുക്കറിയാം, പെസഹ വ്യാഴാഴ്ച നടക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ. ഒന്ന്, ശിഷ്യന്മാരുടെ പാദങ്ങൾ ഈശോ കഴുകുകയാണ്. രണ്ടാമത്തത് വിശുദ്ധ കുർബാനയുടെ സ്ഥാപനമാണ്. ഒന്നാമത്തെ കാര്യം കാല് കഴുകൽ ശുശ്രൂഷ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന ഏറ്റവും എളിമപ്പെട്ട വേല എന്ന് പറയുന്നത് ഒരു അടിമയുടെ വേലയാണ്. ഈശോ പൂർണ്ണ മനുഷ്യനെന്ന നിലയിൽ പൂർണ്ണമായൊരു എളിമപ്പെടലിന്റെ മാതൃക. നിങ്ങളുടെ ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ പാദം കഴുകിയെങ്കിൽ നിങ്ങൾ പരസ്പരം പാദം കഴുകണം എന്ന് പറഞ്ഞ് ശിഷ്യന്മാർക്ക് അനുകരിക്കാനായിട്ട് ഒരു മാതൃക ഈശോ നൽകുകയാണ്. എന്നാണ് യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ വീട്ടിൽ സമ്പന്നന്മാരായ ആളുകൾക്ക് ധാരാളം അടിമകൾ ഉണ്ടാവും. വീട്ടിലാരെങ്കിലും വിരുന്ന് വന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും വിരുന്ന് നടക്കുന്ന സമയത്ത് അതിഥികൾ ഉപവിഷ്ടരായി കഴിയുമ്പോൾ അതിലേറ്റവും താഴെ തട്ടിലുള്ള ലോ ഗ്രേഡിലുള്ള അടിമയാണ് അരയിൽ തുണി ചുറ്റിയിട്ട് വരുന്ന അതിഥികളുടെ പാദങ്ങളിലെ ചെളി കഴുകിക്കളയുന്നത്. അപ്പോൾ ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ മുമ്പിൽ ഏറ്റവും വില കുറഞ്ഞ അടിമയായി സ്വയം താണു കൊടുത്തുകൊണ്ട് താലത്തിൽ വെള്ളമെടുത്ത് വെൺകച്ചയും അരയിൽ ചുറ്റി മിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. എന്തുകൊണ്ടാ പത്രോസ് കഴുകരുത് എന്ന് പറയാൻ കാരണം? കർത്താവ് അത്രത്തോളം താഴുന്നത് പത്രോസിന് അംഗീകരിക്കാൻ കഴിയില്ലായിരുന്നു. എന്നാൽ ഞാൻ നിന്റെ പാദം കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല എന്ന് പറഞ്ഞപ്പോൾ നീ എന്നെ മുഴുവനായി കഴുകണമേ. അപ്പോൾ ഈശോ പറഞ്ഞു, വേണ്ട, കുളി കഴിഞ്ഞവന്റെ പാദം മാത്രം കഴുകിയാൽ മതി. അതാ ഒരു ശുചിത്വത്തിന് വേണ്ടിയുള്ള കഴുക്കല്ലത് എന്ന് വ്യക്തമല്ലേ? ഇതെന്തിനു വേണ്ടിയാ? മനസ്സിനെ എളിമപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു കഴുക്കലാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെസഹായിൽ ഈശോയുടെ ഈ മാതൃക സ്വീകരിക്കുന്ന ഞാനും നിങ്ങളും മറ്റുള്ളവരുടെ മുമ്പിൽ എളിമപ്പെടാൻ, അവരെ നമ്മളെക്കാൾ വലിയവരായി ഗണിക്കാൻ, ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും, മാതാപിതാക്കൾ മക്കളെയും മക്കൾ മാതാപിതാക്കളെയും, സഹോദരങ്ങൾ പരസ്പരവും അയൽവാസികളും നാമാരിക്കുന്ന സമൂഹത്തിലുമൊക്കെ ഓരോരുത്തരും മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവമായിരുന്നിട്ടും ദൈവവുമായിട്ടുള്ള സമാനത നിലനിർത്തേണ്ടത് കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു, മനുഷ്യരായ ഒരു ദാസനായി വന്നു. ഹല്ലേലൂയ. ഈ ഒരു മാതൃക സ്വീകരിക്കാൻ, പരസ്പരം പാദങ്ങൾ കഴുകാൻ സാധിക്കുമെങ്കിൽ അത്
ജീവിതത്തിൽ ഒന്നും തുടരാൻ എന്ന് പറഞ്ഞാൽ നാളെ അല്ലെങ്കിൽ നിങ്ങൾ ഈ പെസഹ വ്യാഴാഴ്ച പാത്രത്തിൽ വെള്ളമെടുത്തിട്ട് അടുത്തിരിക്കുന്ന ആളുടെ കാല് കഴുകുന്നതിലല്ല, അതൊരു ദിവസം കൊണ്ട് മാത്രം അവസാനിപ്പിക്കുന്നതല്ല, മറിച്ച് ജീവിതത്തിന്റെ ഓരോ ദിവസവും ഓരോ നിമിഷവും മറ്റുള്ളവർക്കൊരു മഹത്വവും മഹിമയും ആദരവും ബഹുമാനവും കൊടുത്തുകൊണ്ട് അവരെ ദൈവത്തിന്റെ പ്രതിരൂപങ്ങളായി, ദൈവം തന്ന അനുഗ്രഹങ്ങളായി സ്വീകരിക്കുമ്പോഴാണ് നാം എളിമപ്പെടുന്നത്, മറ്റുള്ളവരെ അംഗീകരിക്കുന്നവരായി നമ്മൾ മാറുന്നത്. ഈശോയുടെ രണ്ടാമത്തെ പ്രവൃത്തി വിശുദ്ധ കുർബാന സ്ഥാപനമാണ്. ഒന്നാമത്തത് മനുഷ്യൻ എന്ന നിലയിൽ താഴാവുന്നതിന്റെ പരമാവധി താണെങ്കിൽ, രണ്ടാമത്തത് ദൈവത്തിന്റെ എളിമപ്പെടലിന്റെ ഏറ്റവും ഉച്ചസ്ഥായിയായ ഭാവമാണ് നമ്മൾ കാണുന്നത്. സകല സൃഷ്ടിചരാചരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിച്ച് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവം ഒരിളങ്കാറ്റിൽ ഇളകിയാടുന്ന ഒരപ്പമായി മാറാൻ മാത്രം എളിമപ്പെട്ടു. ഇത് എന്റെ ശരീരം ഈ അപ്പമാണ്, ഇനി നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ മുറിയപ്പെടുന്നത്, എന്റെ രക്തം ഈ വീഞ്ഞാണ്. അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും സാദൃശ്യങ്ങളിൽ തന്റെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് പിറ്റേന്ന് കാൽവരിക്കുന്നിൽ സംഭവിക്കേണ്ടതിനെ പ്രതീകാത്മകമായി കൗദാശികമായി അവതരിപ്പിച്ചുകൊണ്ട് ഓരോ ദിവസവും അൾത്താരയിൽ അർപ്പിക്കപ്പെടുന്ന കാൽവരി യാഗത്തിന് ഒരു അടിത്തറയിട്ട ദിവസമാണ് പ്രിയപ്പെട്ടവരെ പെസഹായുടെ ദിനം. അവൻ അപ്പമായി തീർന്നത് എനിക്കും നിങ്ങൾക്കും വേണ്ടി ജീവൻ ഉണ്ടാകാനാ, നിത്യത നൽകാനാ. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് വേണ്ടിയാ പിതാവ് അവൻ ഈ ലോകത്തിലേക്ക് അയച്ചത്. ദൈവം തന്റെ പുത്രൻ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ മൂലം ലോകം രക്ഷ പ്രാപിക്കാനാണ്. സ്വപുത്രനെ പോലെ ഒഴിവാക്കാതെ അവനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ നമുക്കെല്ലാം നൽകും. ഈ ബോധ്യത്തോടുകൂടി വിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന ഈശോയെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും ആ ഈശോയുടെ സാന്നിധ്യം എപ്പോഴും അനുഭവിക്കുവാനും രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടത് ശിക്ഷാവിധിയാക്കി മാറ്റാതിരിക്കാനുമുള്ളൊരു ജാഗ്രത ഈ ദിനത്തിൽ ഉണ്ടാവണം. പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 11-ാം അധ്യായത്തിൽ അയോഗ്യതയോടെയുള്ള വിശുദ്ധ കുർബാന സ്വീകരണത്തെക്കുറിച്ച് അത്താഴ വിരുന്നിലെ ഭിന്നിപ്പ് എന്ന ഭാഗത്തിന് ശേഷമാണ് വിശുദ്ധ കുർബാനയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഭിന്നതയോടെ വിശുദ്ധ ബലിയിലേക്ക് കടന്നു വരുമ്പോൾ അത് ശിക്ഷാവിധിക്ക് കാരണമാകുന്നു. തന്നെ പരിശോധിക്കാതെ, ആത്മശോധന ചെയ്യാതെ, ശരീരത്തെ വിവേചിച്ചറിയാതെ ഈ പാത്രത്തിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത്. നിങ്ങളിൽ പലരും ദുർബലരും രോഗികളും പലരും മരിച്ചുപോയതിന് കാരണം ഇതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പെസഹായിൽ ഈശോയുടെ ജീവിക്കുന്ന സാന്നിധ്യം വിശുദ്ധ കുർബാനയിൽ അനുഭവിക്കുന്ന നമുക്ക് ഈശോയുടെ വേദന മനസ്സിലാക്കണം. അനുദപിക്കാതെ, ഐക്യത്തിലാവാതെ, ഒരുമയില്ലാതെ, ഭിന്നതയുടെ, വെറുപ്പിന്റെ, പകയുടെ, പ്രതികാരത്തിന്റെ ചിന്തകളോടെ, ജീവിത സാഹചര്യങ്ങളിലൂടെ ഈശോയെ സ്വീകരിക്കുമ്പോൾ രക്ഷയ്ക്കായി നൽകപ്പെട്ടത് ശിക്ഷാവിധിയാക്കി മാറ്റുകയാണ് എന്ന് തിരിച്ചറിയണം. ആത്മശോധന ചെയ്ത് തിരിച്ചു നടക്ക്. ഈ പെസഹായിൽ ജീവന്റെ നാഥൻ നൽകുന്ന ജീവന്റെ അപ്പം, നിത്യതയുടെ അപ്പം, നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരാകാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുന്ന, നിത്യതയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന, ദിവ്യ കാരുണ്യത്തെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കാരുണ്യമായി മാറാൻ ഉതകുന്ന ഒരു ജീവിത ശൈലിയിലേക്ക് വളരാൻ ഈ പെസഹ നമ്മളെ മാടി വിളിക്കുകയാണ്. ദുഃഖവേളയിലേക്ക് വരുമ്പോ പെസഹായിൽ പ്രതീകാത്മകമായി കൗദാശികമായി അവതരിപ്പിച്ചത് യാഥാർത്ഥ്യമായ ദിനം. കാൽവരി കുന്നിന്റെ നെറുകയിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഇരുമ്പാണികളാൽ ദൈവത്തിന്റെ പുത്രൻ ബലിയായി മാറിയപ്പോ ലോകത്തിന്റെ മുഴുവൻ പാപങ്ങളും രോഗങ്ങളും കഷ്ടതകളും ദുരിതങ്ങളും തന്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങി ആ കുരിശുമായി അവൻ കാൽവരിയിൽ ബലി ചെയ്തപ്പോ അവൻ പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശും എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ. അനുദിന ജീവിതത്തിലെ കുരിശുകളെ ക്ഷമയോടും സന്തോഷത്തോടെയും സ്വീകരിക്കുന്നതിനപ്പുറം ഒരു പ്രായച്ചിത്തവും അതിനപ്പുറം ഒരു മിശിഹായോടുള്ള ഐക്യപ്പെടലുമില്ല എന്ന് തിരിച്ചറിയാൻ ഈ ദുഃഖവെള്ളി നമ്മളെ വിളിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെ പോലെ കുരിശ് യാത്രയിൽ ഈശോയുടെ കൂടെ നിന്ന് കുരിശിന്റെ ചുവട്ടിൽ ദുഃഖ സമുദ്രത്തിൽ മുഴുകി നിന്ന പരിശുദ്ധയമ്മ തന്റെ അരുമസുതന്റെ ചേതനയറ്റ ശരീരം മടിയിൽ കിടത്തുമ്പോൾ ആ അമ്മ രക്ഷാകരമായ പ്രവൃത്തിയിൽ തന്റെ പുത്രനോട് ഏറെ ചേർന്ന് നിന്ന് സഹകരിച്ചു. ആ പുത്രന്റെ പീഡകളുടെ കുറവ് അമ്മയുടെ വ്യാകുലങ്ങളിലൂടെ അമ്മ പരിഹരിക്കാൻ തയ്യാറായി.
ഇന്ന് പൗലോസ് കൊളോസ്സോസ് ലേഖനത്തിൽ പറയുന്നത് പോലെ മിശിഹായുടെ സഭയെ പ്രതിയുള്ള അവിടുത്തെ ശരീരത്തിലെ പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു എന്ന മനസ്സോടെ നമ്മുടെ ജീവിതത്തിലെ ശാരീരിക രോഗങ്ങളെയും വേദനകളെയും നമ്മുടെ നിരാശ അനുഭവങ്ങളെയും സങ്കടങ്ങളെയും കഷ്ടതകളെയും ദുരന്തങ്ങളെയും ദുരിതങ്ങളെയും എല്ലാം പരാതിയുടെയും പരിഭവത്തിന്റെയും മനോഭാവത്തിൽ സ്വീകരിക്കാതെ നമ്മുടെ കഷ്ടതയിൽ അഭിമാനിക്കാൻ, എന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെടുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ഈശോ മിശിഹ കുരിശിൽ മഹത്വപ്പെട്ടപ്പോഴാണ് പരിശുദ്ധാത്മാവിന് നൽകപ്പെട്ടത്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ 7-ാം അധ്യായത്തിൽ തിരുനാളിന്റെ അവസാനത്തെ മഹാനിരത്തിൽ ഈശോ എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. അവനിത് പറഞ്ഞത് അവനിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. എന്നാൽ അതുവരെയും യേശു മഹത്വീകരിക്കപ്പെടുന്നില്ല. യേശുവിന്റെ മഹത്വീകരണം പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിന് കാരണമായെങ്കിൽ, യേശുവിന്റെ മഹത്വീകരണം കുരിശിലായിരുന്നെങ്കിൽ, തന്റെ കുരിശിൽ ഉയർത്തപ്പെട്ടതിലൂടെയാണെങ്കിൽ, ഞാനും നിങ്ങളും അനുദിന ജീവിതത്തിൽ ഈ കുരിശിന്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ, സഹനത്തിന്റെയും വേദനയുടെയും നൊമ്പരങ്ങളുടെയും വഴിയിലൂടെ കടന്നു പോകുമ്പോൾ യേശുവിന്റെ മഹത്വത്തിൽ പങ്കാളികളായി തീർന്ന് അവന്റെ ആത്മാവിന്റെ വാഹകരായി അവന്റെ ആത്മാവിനെ മറ്റുള്ളവരിലേക്ക് ഒഴുക്കുന്ന ജീവജലത്തിന്റെ സ്രോതസ്സായി മാറുന്നു എന്ന തിരിച്ചറിവോടെ കുരിശിലും സഹനങ്ങളിലും പതറാതെ സഹനങ്ങൾ കൃപകളാക്കി മാറ്റാൻ, ഈശോയുടെ കുരിശിനോട് ചേർക്കാൻ ഈ ദുഃഖവെള്ളി നമ്മളെ മാടി വിളിക്കുകയാണ്. ഈശോയുടെ കൂടെ ചരിക്കാൻ, അവന്റെ കുരിശിനോട് എൻ്റെ ജീവിത കുരിശിനെ ചേർത്ത് ഉത്ഥാനത്തിന്റെ മഹത്വത്തിൽ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ പ്രിയപ്പെട്ടവരും ഈശോ ആഗ്രഹിക്കുന്ന സകലരും കടന്നു വരാൻ എൻ്റെ ജീവിതത്തെ ഉപയോഗിക്കണമേ എന്ന് തമ്പുരാന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ഒരു ദിവസമായി ദുഃഖവെള്ളി മാറണം. എങ്കിലേ ഈ പീഡാനുഭവ ചിന്തകൾക്ക് അർത്ഥമുള്ളൂ. ഈശോയുടെ പീഡാനുഭവങ്ങളെ ഓർത്ത് കരയാനല്ല, ഇന്ന് ആ പീഡകളിൽ പങ്കാളിയാകുന്ന നമ്മുടെ ജീവിതാനുഭവങ്ങളെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയാൻ, ഒപ്പം സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന, കുരിശിന്റെ വഴിയിൽ വീണുപോകുന്ന അനേകം മക്കളെ ചേർത്ത് പിടിക്കാൻ, അവരുടെ മുമ്പിൽ ശെമയോനായും വെറോനിക്കയായും മാറാനുള്ള ഒരു വിളി കൂടി ഈ ദുഃഖവെള്ളിയിൽ നമുക്കുണ്ടെന്ന് തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. അവസാനമായി ഈസ്റ്ററിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പ്രത്യാശയുടെ പൊൻകിരണങ്ങൾ നമുക്ക് നൽകുന്ന സുന്ദരമായ ദിനമല്ലേ. ദുഃഖവെള്ളിയിൽ അവസാനിച്ചു എന്ന് കരുതിയതെല്ലാം ദുഃഖവെള്ളിയിൽ എല്ലാം അവസാനിക്കുന്നില്ല എന്ന് തെളിയിച്ചുകൊണ്ട് ഇതാ അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, പ്രവചനങ്ങൾ പൂർത്തീകരിച്ചു. അതുവരെയും മരണത്തിന്റെ മേൽ അധികാരമില്ല എന്ന് കരുതിയിരുന്ന ലോകത്തിന് ഇതാ മരണത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന്റെ പുത്രൻ ഉദ്ധിതനായി മഹത്വപൂർണനായി ഇന്നും നമ്മുടെ കൂടെ ജീവിക്കുന്നു. കുരിശിന് അപ്പുറം ഒരു മഹത്വമുണ്ട്, വേദനയ്ക്ക് ഒരു വേദനമുണ്ട്, ഏത് സങ്കടത്തിനും അപ്പുറം ഒരു മഹിമയുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഓശാനയിൽ നിന്ന് പെസഹായിലൂടെ ദുഃഖവെള്ളി വഴി നാം ലക്ഷ്യമിടുന്നത് ഉത്ഥാനത്തിന്റെ മഹത്വമാണ്. അവനോടുകൂടെ നാം മരിച്ചെങ്കിൽ അവനോടുകൂടെ ഉയർപ്പിക്കപ്പെടും. ഈശോ മിശിഹ ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ നമ്മുടെ വിശ്വാസവും ഈ പ്രസംഗവും എല്ലാം വ്യർത്ഥമാണെന്ന് പൗലോസ് ശ്ലീഹ പറയുന്നു. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ഈശോ മിശിഹായിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണ് നമ്മളെങ്കിൽ മറ്റെല്ലാ മനുഷ്യരെയും നാം നിർഭാഗ്യരാണ്. അതുകൊണ്ട് നാം ആഴത്തിൽ ബോധ്യപ്പെടേണ്ട ഒരു യാഥാർത്ഥ്യം, വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നിന്റെ കഷ്ടതകൾ എത്രയോ നിസ്സാരമാണ്. ആ ബോധ്യത്തോടുകൂടി കർത്താവിന്റെ ഉത്ഥാനത്തെ മുന്നിൽ കണ്ടുകൊണ്ട്, സ്വർഗത്തെ മുന്നിൽ കണ്ടുകൊണ്ട്, ആദത്തിന്റെ പാപം മൂലം മരണം ഈ ലോകത്തിൽ ഉണ്ടായെങ്കിൽ ഈശോ മിശിഹ പാപത്തിന് പരിഹാരം ചെയ്ത് തന്റെ കാൽവരി യാഗത്തിലൂടെ ജീവൻ നമുക്ക് നേടിത്തന്നു, നിത്യജീവൻ നമുക്ക് നേടിത്തന്നു. ആ ജീവൻ അവകാശികളാക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് അവന്റെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മാമോദീസായിലൂടെ അവന്റെ മരണത്തിലും ഉത്ഥാനത്തിലും നമ്മൾ പങ്കുകാരായെങ്കിൽ, സ്വർഗത്തിന് അവകാശികളായെങ്കിൽ, ഇനി അങ്ങോട്ട് ഉത്ഥാനാനന്തര ജീവിതമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഉത്ഥാനത്തിന് ശേഷമുള്ള ജീവിതം പരിശുദ്ധാത്മാവിനോടൊത്തുള്ള പെന്തക്കോസ്തായുടെ അനുഭവത്തിലുള്ള ജീവിതമാണ്. അപ്പോസ്തലന്മാര് അവരുടെ കൈവപ്പ് വഴി അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ലോകത്തിൽ സംഭവിച്ചെങ്കിൽ നമ്മളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന ഉത്ഥാനത്തിന്റെ മക്കളായി നമ്മൾ മാറണം. നിരാശകളും സ്വാർത്ഥതയും അന്ധകാര പ്രവൃത്തികളുമൊക്കെ പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കണം. ഈസ്റ്ററിൽ നാം തിരിതെളിക്കുന്നതിന്റെ അർത്ഥവും
അതുതന്നെയാണ് നാം ലോകത്തിന്റെ പ്രകാശമാകണം. ഈശോ പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. ഞാൻ പുനരുത്ഥാനവും ജീവനുമാണ്, എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അപ്പോൾ ഈശോയിൽ വിശ്വസിച്ച് ഈശോയുടെ പ്രകാശം ഏറ്റുവാങ്ങി അന്ധകാരത്തെ ഇല്ലാതാക്കി മനുഷ്യർ നിങ്ങളെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിപ്പിച്ച്, രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറയുന്നത് പോലെ സഭാമക്കളൊക്കെയും ജനതകളുടെ പ്രകാശമാണ്. ആ പ്രകാശത്തിന്റെ മക്കളായി വ്യാപരിക്കാൻ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാവട്ടെ. ഈ വിശുദ്ധ വാരം വിശുദ്ധമായി ആചരിച്ച് വിശുദ്ധരായി മാറാം. ഓരോ പ്രാർത്ഥനകളുടെയും അർത്ഥവും സാരാംശവും ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങി ഈശോ മിശിഹായുടെ കൂടെ ജീവിച്ച് അവനോട് കൂടെ ബലിയായി തീർന്ന് അവനോടുകൂടെ ഉത്ഥാനത്തിന്റെ മഹത്വത്തിൽ സന്തോഷത്തിൽ ജീവിക്കാൻ, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ, ഇടപെടാതെ പ്രാർത്ഥിക്കാൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിച്ച് ആത്മാവിനെ നിർവീര്യമാക്കാതെ ആത്മാവിനെ ജ്വലിപ്പിച്ച് നിർത്തി മഹത്വത്തിന്റെ മക്കളായി ഭൂമിയിൽ തന്നെ ജീവിക്കാൻ, ഭൗമികരാകാതെ സ്വർഗീയരായി ജീവിക്കാൻ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഒന്നുചേർന്ന് ആ വലിയ കൃപയ്ക്കായി ഈ ഒരു വിശുദ്ധ വാരത്തിന്റെ അനുഗ്രഹം, അഭിഷേകം നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, നീയാണ് രാജാക്കന്മാരുടെ രാജാവ്, നേതാക്കന്മാരുടെ നേതാവ്, ഞങ്ങളുടെ ഏക രക്ഷകൻ. നീയല്ലാതെ മറ്റൊരു രക്ഷയില്ല. കർത്താവെ, രക്ഷിക്കണമേ എന്ന ഔശാന പാടിയ ജനത്തെ നീ നിന്റെ കുരിശുമരണത്തിലൂടെ ഉത്ഥാനത്തിലൂടെ രക്ഷയിലേക്ക് നയിച്ചെങ്കിൽ ഞങ്ങളും വിശ്വസിക്കുന്നു. നിന്റെ കുരിശോട് പങ്കാളിത്തം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കുന്നത് ഞങ്ങളെയും രക്ഷയിലേക്ക് നയിക്കാനാണ്. വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് ഞങ്ങൾ തുലനം ചെയ്യുമ്പോൾ ഇന്നിന്റെ കഷ്ടതകൾ എത്രയോ നിസ്സാരം. കർത്താവെ, ഈ ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങളെയും നിന്റെ കുരിശിനോട് ഞങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ കഷ്ടതയിൽ അഭിമാനിക്കുവാൻ പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രത്യാശ ഞങ്ങളിൽ നിറയുവാൻ, എന്നാൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെടുന്നു. കർത്താവേ, ആത്മാവിലൂടെ ആ ദൈവസ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉത്ഥാനത്തിന്റെ മഹത്വത്തിലേക്ക് ഞങ്ങളെ പങ്കാളികളാക്കണമേ. ക്ലേശമോ ദുരിതമോ നഗ്നതയോ പട്ടിണിയോ ആപത്തോ വാളോ ജീവനോ മരണമോ ഉയരങ്ങൾക്കോ ആഴങ്ങൾക്കോ ഈ ലോകത്തിലുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ഒന്നിനും ഈശോ മിശിഹായിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപെടുത്താനാവില്ല. പൗലോസ്ലീഹായുടെ ബോധ്യം ഞങ്ങളിൽ ഉണ്ടാവട്ടെ. ഞങ്ങൾക്ക് ജീവിതം ക്രിസ്തു, മരണം നേട്ടവുമാണ്. യേശു ക്രിസ്തു ഞങ്ങളെ സ്വന്തമാക്കിയിരിക്കുന്നു. ആ യേശുവിന്റെ സ്വന്തമായി അവനോട് ചേർന്ന് ജീവിച്ച് അവനോട് കൂടെ മരിച്ച് അവന്റെ ഉത്ഥാനത്തിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കാളികളാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഉത്ഥാന മഹത്വം അനുഭവിക്കുന്ന മലാഖമാരുടെ വിശുദ്ധരോട് എല്ലാം ചേർന്ന് സ്വർഗീകണം മുഴുവനോട് ചേർന്ന് ഞങ്ങൾ സ്തുതിക്കുന്നു. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. യേശുവേ ആരാധന, ദൈവമേ ആരാധന, ദൈവമേ ആരാധന. ഹാലലൂയ, 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 ഹാലലൂയ. യേശുവേ ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏവർക്കും അനുഗ്രഹപ്രദമായ ഒരു വിശുദ്ധവാരം, ഉത്ഥാന തിരുനാളിന്റെ നന്മകൾ ഈശോയുടെ നാമത്തിൽ ആശംസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം, ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം, ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം.